വ്യത്യസ്തമായൊരു വീഡിയോയുമായാണ് ടോണി ചേട്ടൻ വ്ളോഗ്സ് ഇന്ന് എത്തിയിരിക്കുന്നത്. വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പലപ്പോഴും അനുഭവിക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് കൂടിയാണ്. ഈ ഇൻറ്റീരിയൽ വർക്ക്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് ചെതലരിച്ച് നശിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് മിക്ക വീടുകളിലും കാണാൻ സാധിക്കും. അപ്പോൾ അതിനൊരു ചെറിയൊരു സൊല്യൂഷൻ ആർദ്രം ഇൻറ്റീരിയൽസ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ഇവിടെ ഈ ഔട്ടർ ഡിസൈൻ ഫുള്ള് ചെയ്തിരിക്കുന്നത് തേക്കിൻ തടി ഉപയോഗിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാം, അകത്തെ കബോർഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ്. അത് പഴയ കാലത്തെ പ്ലൈവുഡ് ആകുമ്പോഴേക്കും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആയി പോയത്. എന്തായാലും ഈർപ്പമുള്ള ഭാഗമാണെന്നുള്ളത് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം. അപ്പം നല്ലൊരു ഡിസൈനിലൊക്കെ തേക്കിൻ തടിയിൽ ചെയ്തതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനും ബോക്സ് ഫുള്ളായിട്ട് പോയി. ഇത് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഡിസൈൻ ചെയ്ത എല്ലാം നശിച്ചു പോയേനെ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ ബോക്സ് അടിച്ചു കൂട്ടാൻ പോവുകയാണ്. അപ്പം ഇനിയും കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഗ്രാനൈറ്റൊക്കെ ഒടിഞ്ഞ് താഴെ പോയേനെ. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഗ്രാനൈറ്റൊക്കെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ ഗ്രാനൈറ്റൊന്നും പൊട്ടാതെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ബോക്സ് അടിച്ചുകൂടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ലെങ്തും വെയിറ്റും ഒക്കെ ഉള്ളൊരു ഗ്രാനൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇളക്കി മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതാ പുതിയ ബോക്സ് അടിച്ച് കയറ്റുകയാണ് കേട്ടോ. ബോക്സ് അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ ഫുള്ളും മൾട്ടിവുഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിനി നേരെ അകത്തോട്ട് കയറ്റുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാനൈറ്റ് ഫിറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗ്രാനൈറ്റ് നമ്മൾ നല്ല രീതിയിൽ നെയിൽ ഫ്രീ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നെയിൽ ഫ്രീ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ പൊക്കി നമ്മുടെ ആ ഗ്യാപ്പിലോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം സെറ്റായിക്കണം. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ സംഭവം സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇച്ചിരി വെയിറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. നെയിൽ ഫ്രീ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ എല്ലാം പുഷ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഞെരുക്കിയൊക്കെയാണ് കയറുന്നത്. നെയിൽ ഫ്രീ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്ക് തീർന്നില്ല. നമ്മളിനി ഡോർ സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്രോയറുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രോയർ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പഴയ ഡ്രോയറിൻ്റെ മോപ്പറ്റ് എടുത്താൽ മതിയാകും. മോപ്പറ്റ് നല്ല തേക്കിൻ തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോറ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. തേക്കിൻ തടിയുടെ തന്നെ അതിന് ഡിസൈനൊക്കെ കൊത്തിയതാണ്. അപ്പോൾ നമ്മളെ പഴയത് തന്നെയാണ് അത് കുഴപ്പമൊന്നുമില്ല, ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിതാ നമ്മുടെ കബോർഡ് സെറ്റായി. ഇനി നമ്മൾ ഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതാ ഡ്രോയർ സെറ്റ് ചെയ്യാൻ പോകാനാണ്. ഡ്രോയറിൻ്റെ മോപ്പറ്റൊക്കെ ഡ്രോയറിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ മോപ്പറ്റിലൊക്കെ എടുത്ത് നമ്മളിത് വേറെ ഉണ്ടാക്കി ഇത് സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് കിച്ചൺ കബോർഡൊക്കെ നോക്കിയാലോ. കിച്ചൺ കബോർഡ് എല്ലാം ഇവിടെ നോക്കിക്കേണ്ട അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോറൊക്കെ നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് തേക്കിൻ തടി തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഡാമേജ് ഒന്നും തോന്നത്തില്ല നമുക്ക്. അപ്പോൾ അകം എല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് ബോക്സ് അടിച്ച് കൂട്ടിയിരിക്കുന്നത് എല്ലാം പ്ലൈവുഡ് ഉപയോഗിച്ച് തന്നെയാണ്. പഴയ പ്ലൈവുഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പൊളിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടു ഡോറിനൊന്നും ഒരു കുഴപ്പമില്ല, ഡാമേജ് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഓട്ടോ ക്ലോസറിനൊക്കെ ചെറിയ രീതിയിൽ ഇച്ചിരി ഡാമേജ് ഒന്നും എന്തായാലും നമുക്ക് ഓട്ടോ ക്ലോസറെല്ലാം പുതിയ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ നമ്മളിതെല്ലാം പൊളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡോറൊക്കെ അഴിച്ചു മാറ്റിയുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വലിയ ഡാമേജ് ഒന്നും നമുക്ക് തോന്നിക്കുന്നില്ല. അകത്തൊക്കെ ചെറിയൊരു ക്രാക്ക് പോലെ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. കേട്ടോ, സ്ലൈഡറൊക്കെ പിന്നെ കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൊളിച്ച് ഒരു സൈഡ് പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണ് ഈ കണ്ടല്ലോ, പൊളിഞ്ഞ് കിടക്കുന്നത്. ഇതെല്ലാം ബാക്ക് ഷീറ്റെല്ലാം പൊളിഞ്ഞു പോയതായിരുന്നു. അത് പൊളിച്ച് കഴിയുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാകത്തുള്ളൂ. അപ്പം ഫുള്ള് ചെതിക്കിച്ച് മൊത്തം ഡാമേജായി കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിത് അടുത്തതെല്ലാം പൊളിച്ചൊന്ന് നോക്കാവേ. ഇനി നമുക്കിവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പുതിയ ബോക്സ് അങ്ങോട്ട് അടിച്ച് കയറ്റിയാലോ. മൾട്ടിവുഡിന് നമ്മൾ പുതിയ ബോക്സ് അങ്ങോട്ട് അടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫുള്ള് നമ്മളായില്ല, ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അതിൻ്റെ സ്കർട്ടിങ് ഒക്കെ പിടിപ്പിക്കാനുണ്ട്, അതിൻ്റെ ഡോറൊക്കെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബോക്സ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടതേ 2-3 പീസായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു പീസും കൂടെ വീഴാനുണ്ട്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പീസും കൂടെ വീഴാനുണ്ട്. അപ്പോൾ ബാക്കി പൈപ്പ് ലൈൻ കണക്ഷനും പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിനും എല്ലാം കറക്റ്റായിട്ട് അതിനകത്ത് ഇറങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടത് നല്ല സൂപ്പർ. നേരത്തെ 3ാമത്തെ പീസ് നമ്മൾ വെച്ചു. അപ്പോൾ കണ്ടല്ലോ, ഇനി നമ്മൾ സ്കർട്ടിങ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സ്കർട്ടിങ് എല്ലാം പഴയ സ്കർട്ടിങ് തന്നെയാണ്, പക്ഷേ ഡാമേജ് ഒന്നും വലുതായിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതും കൂടെ പിടിപ്പിച്ച് ഇനി ഡോറൊക്കെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇനി നമുക്കിതിൻ്റെ ഡോറൊക്കെ പിടിപ്പിച്ച് തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പ് സൈഡിലൊരു ഡിസൈൻ ട്രിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡോറും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനായിട്ട് ഒരു ബോക്സ് കൂടെ ഉണ്ട്. കണ്ടല്ലോ, അടിപൊളിയാണ്. പുറമേ നോക്കിയാൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. നോക്കിക്ക് ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിന്ന് പൊളിച്ച് നോക്കാവേ. കണ്ടോ, പൊളിച്ച് നോക്കിയപ്പോഴല്ലേ കണ്ടുന്നുണ്ട് ബാക്ക് സൈഡൊക്കെ കണ്ടോ, മൊത്തം അട്ടിരിക്കുകയാണ് സംഭവം. ഇനി നമുക്കിതും മാറ്റിയിട്ട് വേറെ മൾട്ടിവുഡിൻ്റെ ബോക്സ് അടിച്ച് കൂട്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കയറ്റാം.
ബോക്സ് ഒക്കെ അടിച്ച് നമ്മൾ ഇതാ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പൂർത്തിയായി. പിന്നെ ഡോറും കൂടെ പിടിപ്പിച്ചാൽ മതി. ഡോറ് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായി. അപ്പോൾ ആർദ്ര മെറ്റീരിയലിൻ്റെ വ്യത്യസ്തമായ വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ എത്ര ഡാമേജ് ആയിട്ട് കിടന്ന സ്ഥലമായിരുന്നു നമ്മൾ കണ്ടാണല്ലോ. ഇപ്പോൾ എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാനൈറ്റും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ആർദ്ര മെറ്റീരിയൽസിൻ്റെ വർക്കുകൾ കാണാനായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വരുന്നതായിരിക്കും. നന്ദി.